സുപ്രഭാതം. 9/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം. കൈ നീട്ടുക. യേശു സിനഗോഗിൽ പ്രവേശിക്കുന്നതാണ് ഈ പശ്ചാത്തലം. അവിടെ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. എന്തിനാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്? ഈശോ സാപത്തിൽ രോഗശാന്തി കൊടുക്കുമോ എന്നറിയാൻ. കൈ ശോഷിച്ച ഒരു മനുഷ്യനാണ് അവിടെ ഈ രോഗസൗഖ്യം കിട്ടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ. കൈ ശോഷിച്ചവനോട് കൈ നീട്ടുക എന്ന് പറയുക. അതിലേക്ക് ഞാൻ എത്താം. അപ്പം കൈ ശോഷിച്ചവൻ വർഷങ്ങൾ കൊണ്ടിവിടെ കിടന്നിട്ടും അവൻ്റെ കൈ സുഖമാകണമെന്നല്ല ഈ ദോഷൈക ദൃക്കുകളുടെ ആഗ്രഹം. ഈശോ ഇവനെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നോ എന്നതാണ് ചോദ്യം, അവരുടെ മനസ്സിലെ ചോദ്യം. ഇതും മനസ്സിലാക്കി ഈശോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? സാപത്തിനെ വീണ്ടും പൊളിച്ചെടുക്കുകയാണ്. എന്നുവെച്ചാൽ സാപത്തിൽ നന്മ ചെയ്യാം. നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ? ജീവൻ രക്ഷിക്കുന്നതാണോ പ്രധാനം? ജീവൻ രക്ഷിക്കുന്നതാണെന്നും നന്മ ചെയ്യുന്നതാണ് പ്രധാനമെന്ന് ഈശോ പലയിടത്ത് പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമരക്കാരൻ ദേവാലയത്തിലെ ആരാധനയ്ക്ക് പോകുമ്പോഴാണ് വഴിയിൽ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. ആരാലോ പീഡിപ്പിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഉപദ്രവിക്കപ്പെട്ട്, കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യനെ ദേവാലയത്തിലേക്ക് പോകാതെ ആ സമരായക്കാരൻ എടുത്ത് തൻ്റെ കഴുതയുടെ പുറത്ത് കിടത്തി സത്രത്തിൽ കൊണ്ടാക്കി അവൻ്റെ മുറിവുകൾ അതായത് എണ്ണ വെച്ച് കെട്ടുക. മരുന്ന് വേണ്ടെന്നൊക്കെ പറയുന്നവരൊക്കെ ചിന്തിച്ചോണം. എണ്ണ വെച്ച് കെട്ടി സത്രത്തിൽ അവനെ ചികിത്സിക്കാനുള്ള ധനം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമരക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈശോയുടെ ഉപമയാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരുന്നു. ലോകത്തിൽ എന്തിലും ദോഷൈക ദൃക്കുകൾ, അതായത് കുറ്റം ആരോപിക്കാനും കുറ്റം കാണാനും, ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു പീലാത്തോസ്. ഞാനിവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞ പീലാത്തോസ്. ഇവിടെ അങ്ങനെ കുറ്റം ആരോപിക്കുന്ന, തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കേട്ടതിനെല്ലാം കുറ്റം ആരോപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. എത്ര നല്ലതാണ്. അതായത് പെസിമിസം ആൻഡ് ഓപ്റ്റിമിസം എന്നൊരു വാക്കുണ്ട്, വായിക്കുന്നവർ മനസ്സിലായിക്കോളൂ. പെസിമിസ്റ്റ് എപ്പോഴും അതിനകത്ത് മോശമേ കാണത്തുള്ളൂ. ഓപ്റ്റിമിസ്റ്റ് അതിനകത്ത് എന്തെങ്കിലും നന്മ കാണും. ഇത്രയൊരു വലിയ കാര്യത്തിൽ എന്ന് വെച്ചാൽ വലിയൊരു ബ്ലാക്ക് ബോർഡിനകത്ത് ഒരു പൊട്ടിട്ടാൽ, ഒരു ചെറിയ ഡോട്ടിട്ടാൽ നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ പറയും, നല്ല ഒരു വലിയ ബ്ലാക്ക് ബോർഡ് കാണുന്നുണ്ട് ഞങ്ങൾ. എന്നാൽ ദോഷൈക ദൃക്കുകൾ പറയും, ആ ബ്ലാക്ക് ബോർഡിനകത്ത് ഒരു പൊട്ടുണ്ട്, അതുകൂടെ വൃത്തിയാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ഇങ്ങനെ ദോഷൈക ദൃക്കുകളുണ്ട്. തീർന്ന പണിയെക്കുറിച്ചല്ല, ഈ അത്രയും തീരാനുണ്ടായിരുന്നു. തീർന്നിരുന്നെങ്കിൽ കാര്യം ശരിയാണ്. അല്ല, ഇത്രത്തോളം തീർന്നില്ലേ? നന്നായിരിക്കട്ടെ. ഇനി ഞാൻ ഈശോയുടെ വാക്കിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈശോ പറഞ്ഞു കൈ നീട്ടുക. കൈ ശോഷിച്ചതിനോട് കൈ നീട്ടുക എന്ന് പറയുന്നതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് ചോദിച്ചേ. പക്ഷേ മനസ്സിൽ കൊടുക്കുകയാണ് നീട്ടപ്പെടാൻ പറഞ്ഞവൻ. എന്ത് ക്രിയേറ്റീവ് വാക്കാണ് ഇത്! നമ്മുടെ AI-ക്കില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഒരാളോട് കൈ നീട്ടുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബ്യൂട്ടി സെൻസ് ഇല്ല. അതായത് നമ്മുടെ കണ്ണിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ചില ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, വികാരത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല. എന്നാൽ ഈശോയ്ക്ക് ഈ ഇൻ്റലിജൻസ് കൂടുതലായിരുന്നു. ആർട്ടിഫിഷ്യൽ അല്ലാത്ത മാനുഷികമായ പ്രകൃതിദത്തമായ ബുദ്ധി ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു കൈ നീട്ടുക. അവൻ കൈ നീട്ടി. അവൻ്റെ വാക്കിങ്ങിനാണ്, അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരീസയർ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളുടെ പറയുകയാണ്, നമ്മൾ ഈശ്വരടുക്ക് വിലപിച്ച് കൈ നീട്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്ന ആളല്ല. നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് എങ്കിൽ, അത് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, പ്രകൃതിയുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൈ നീട്ടി പറയുക. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ചില ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, എന്നാൽ എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ളവൻ നിൻ്റെ മുമ്പ് നിൽപ്പുണ്ട്, അതങ്ങ് സാധിച്ചു കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും അധികമുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്ന് സഹായിക്കണേ. പ്രിയപ്പെട്ടവരെ, കൈ നീട്ടാൻ അറയ്ക്കണ്ട. കൈ തരാൻ കഴിവുള്ളവൻ
ശക്തനാണ് ജോൺസൺ കരൂർ.